സ്വന്തമായൊന്നും നിനക്കില്ലാതെ പോകിലും, സ്വന്തമായൊന്നും നിനക്കില്ലാതെ പോകിലും, സ്വന്തമായുള്ളവനോ എല്ലാത്തിനും ഉടയവൻ, സ്വന്തമായുള്ളവനോ എല്ലാത്തിനും ഉടയവൻ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നൊരേശുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നൊരേശുണ്ട്. നമ്മള് ഈ അഞ്ചാമത്തെ സദൃശവാക്യം, അഞ്ചാമത്തെ ഈ അധ്യായം നമ്മൾ മുഴുവനായിട്ട് വായിക്കുമ്പോൾ നമ്മൾ തനിച്ചിരുന്ന് വളരെ സൈലന്റ് ആയിട്ട് വേറെ ഒന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ ഈ അധ്യായം മുഴുവൻ ഒന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തുടക്കത്തിൽ നമ്മളോട് പറയും മകനെ എന്ന് വിളിച്ച് തുടങ്ങുന്നത് പോലെ തന്നെ ഒരു അപ്പൻ നമ്മൾ പേഴ്സണലായിട്ട് നമ്മുടെ ഒരു പിതാവ് ഒരു പേഴ്സണലായിട്ട് നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മൾ ഒന്ന് വിളിച്ച് അടുത്തിരുത്തിയിട്ട് നമ്മൾ ഉപദേശിക്കുന്നത് പോലെയാണ് നമ്മൾ അതിനകത്ത് മുഴുവൻ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ടൊന്ന് വേറെ എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് അതൊന്ന് വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ അടുത്തിരുത്തി നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം, എവിടേക്ക് തിരിയരുത്, എങ്ങോട്ട് നോക്കരുത്, നമ്മുടെ അധ്വാനം എങ്ങനെയായിരിക്കണം, ലോകത്തിലെ പല മോഹങ്ങളും ഉണ്ട്, അവിടേക്ക് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്ന് ഒരു വ്യക്തി നമ്മളോട് വന്നിരുന്ന് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ അഞ്ചാമത്തെ അധ്യായത്തിനകത്ത് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. മുഴുവനും അങ്ങനെ തന്നെയാണെങ്കിലും ഞാൻ അതിൽ 21 വാക്യം ഞാൻ എടുത്ത് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു, അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. മനുഷ്യന്റെ വഴികൾ യഹോവയുടെ മുമ്പിൽ ഇരിക്കുന്നു. നോക്കാം നമുക്ക് മനുഷ്യന്റെ വഴികള് നമ്മളായിരിക്കുന്ന വഴികള് നമ്മൾ കുറച്ച് ഒരു വർഷം നമ്മൾ പിറകിലോട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. എൻ്റെ വഴികളെ, ഞാൻ പോയ വഴികളെ, എൻ്റെ നോട്ടങ്ങളെ, എൻ്റെ ചിന്തകളെ എൻ്റെ ദൈവം ഒന്ന് റിവൈൻഡ് ചെയ്ത് എന്നെ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എങ്ങനെയായിരിക്കും? നമ്മൾ വേറെ ആരോടും അല്ല ചോദിക്കേണ്ടത്, ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ് അല്ലെ. കൂടുതൽ ഒത്തിരി വേണ്ട, ഒരു വർഷത്തെ കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാല് ഇതേ വിഷയത്തെ ഇതേപോലെ എൻ്റെ കൂടെ എൻ്റെ പാർട്ണറെയോ അല്ലെങ്കിൽ എൻ്റെ മക്കളെയോ ഒന്ന് വിളിച്ചു നിർത്തിയിട്ട് എൻ്റെ മക്കളെയും ഇതേ വിഷയത്തെയാണ് ദൈവം കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ കഴിയുമോ ഇല്ലയോ? എത്ര പേർക്കും കഴിയുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ പുറമേ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ പാപങ്ങളോ ആരെപ്പറ്റി ചിലപ്പോൾ ഒത്തിരി ദുഷിക്കോ ഒന്നും ചെയ്യാത്ത ആൾക്കാരായിരിക്കാം. നമ്മുടെ ഹൃദയത്തെ നമ്മളൊന്ന് നോക്കിയേ. എത്രയോ സമയം നമ്മൾ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും നമ്മുടെ സഹോദരന് എതിരായിട്ട് ഹൃദയത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സഹോദരനെ കുറിച്ച് പറയുന്നത് അവൻ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണോ ഞാൻ അവൻ ഇല്ലാത്തപ്പോഴും പറയുന്നത്? എൻ്റെ സഹോദരനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ സഹോദരൻ ഇല്ലാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ ചിന്ത നിന്നെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ് എന്ന് പറയാൻ കഴിയുന്ന ചിന്ത തന്നെയാണോ ഞാൻ എൻ്റെ സഹോദരനെ കുറിച്ച് ചിന്തിച്ചത്? ദൈവം നോക്കുന്നത് അതാണ്. എൻ്റെ വഴികളെ, എൻ്റെ നടത്തത്തെ, ഞാൻ എവിടെയെല്ലാം പോയി, ഞാൻ ആരുടെയെല്ലാം കൂടി ഇരുന്നു, ഞാൻ ആരോടെല്ലാം സംസാരിച്ചു, ഞാൻ എന്തൊക്കെ കണ്ടു, ഇതെല്ലാം എൻ്റെ ദൈവം എന്നോട് ചോദിക്കുമ്പോഴേ എൻ്റെ ദൈവം അറിയാതിരിക്കുകയാണോ ഞാൻ പോയ വഴികളെ? നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് കൂടെ ഇരിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിലൊക്കെ ദൈവം നമ്മോട് കൂടെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ ചിന്തകളെ ദൈവം അറിയാതിരിക്കുന്നുണ്ടോ? ഇല്ല. ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ദൈവത്തിന്. നമ്മുടെ രഹസ്യങ്ങളെ അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എൻ്റെ രഹസ്യത്തെ ഞാൻ എന്ത് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ആ രഹസ്യത്തെ എനിക്ക് ചിലപ്പോഴേ എന്ത് ചെയ്യാം, മറ്റുള്ളവരെ മറയ്ക്കാൻ പറ്റും അല്ലെ. അങ്ങനെയുള്ള രഹസ്യങ്ങളെ പോലും, എൻ്റെ രഹസ്യങ്ങളെ പോലും അറിയുന്നവനാണ് ആര്? എൻ്റെ സർവശക്തനായ ദൈവം. ആ രഹസ്യത്തെ മറ്റൊരാൾ അറിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അവന്റെ മുന്നിൽ നിൽക്കാൻ കഴിയുമോ? എന്നാൽ ഇതെല്ലാം അറിയുന്ന സർവശക്തനായ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ എല്ലാ വഴികളിലും എന്നോട് കൂടെ ഉണ്ട് അല്ലെ. 21 ഇങ്ങനെ പറയുന്നുണ്ട്, നീ എന്തുവാണ്, വഴികൾ യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു, അവന്റെ കണ്ണിന്റെ മുന്നിൽ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്.
എന്നുവെച്ചാൽ എൻ്റെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? എന്നെ കാണുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ എൻ്റെ ദൈവം കേൾക്കുന്നുണ്ട്. ഞാൻ എന്ത് കാണുന്നുണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ റോൾ ചെയ്ത് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എൻ്റെ കൂടെ ആരും കൂടി ഇരുന്ന് കാണുന്നുണ്ട്? എൻ്റെ ദൈവവും എന്നോട് കൂടി ഇരുന്ന് കാണുന്നുണ്ട്. ഞാനൊരു വഴി നടന്നു പോകുമ്പോൾ എൻ്റെ കൂടെ ആര് നടന്നു കൂടെ വരുന്നുണ്ട്? എൻ്റെ ദൈവം എൻ്റെ കൂടെ വരുന്നുണ്ട്. ഞാൻ ഒരു വ്യക്തിയോട് കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ കൂടെ ആരും കൂടെ സംസാരിക്കുന്നുണ്ട്? എൻ്റെ ദൈവവും എന്നോട് കൂടെ സംസാരിക്കുന്നുണ്ട്. ഇത് എപ്പോഴെങ്കിലും നമ്മുടെ ചിന്തയിൽ വന്നിട്ടുണ്ടോ? ഞാൻ ഇരിക്കുന്നതിന് കൂടെ എൻ്റെ സമീപത്തായിട്ട് ഞാൻ ഇന്നിവിടെ നിന്ന് ഈ പറയുമ്പോഴും നമ്മുടെ മധ്യ ആരുണ്ട്? നമ്മുടെ സർവശക്തനായ ദൈവമുണ്ട്. എൻ്റെ ദൈവത്തിന് കേൾക്കാൻ പറ്റുന്നതാണോ ഞാൻ പറയുന്നത്? എൻ്റെ ദൈവത്തിന് കാണാൻ കഴിയുന്ന ഞാൻ പറയുന്നത് കേട്ടാ ദൈവം എഴുന്നേറ്റ് പോകുമോ? ഞാൻ കാണുന്നത് ദൈവം എൻ്റെ കൂടെ ഇരുന്ന ദൈവം എഴുന്നേറ്റ് പോകുമോ? നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഓരോ സാഹചര്യത്തിലായിരിക്കുമ്പോൾ അത് നമ്മൾ ചിന്തിച്ചു നോക്കാം. അതിന് മറ്റൊരു വശവും കൂടിയുണ്ട്. ഇങ്ങനെ ചിന്തിക്കാം നമുക്ക്. എൻ്റെ പാപത്തെ അറിയുന്ന ദൈവം ഞാൻ തനിച്ചായിരുന്നപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അല്ലെ? നമ്മുടെ ജീവിതത്തിന്റെ പല നെട്ടോട്ടങ്ങളിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും നമ്മൾ തനിച്ചായി പോയിട്ടുണ്ടായിരിക്കാം. നമുക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, പലരും നമ്മളൊക്കെ ഉണ്ട്. എങ്കിലും പല സാഹചര്യത്തിലും നമ്മൾ ഏകയായി പോയിട്ടില്ലേ? പല സങ്കടങ്ങളിലും നമ്മൾ തനിച്ചായി പോയിട്ടില്ലേ? പല ചിന്തകളിലും ചിന്തിക്കാൻ നമ്മൾ മാത്രമായി പോയിട്ടില്ലേ? ആ സാഹചര്യത്തിലും ചിന്തിക്കുക, എന്നോട് കൂടെ ആരുമില്ലാതിരുന്നപ്പോഴും എൻ്റെ ഉള്ളിലെ കണ്ണുനീരിനെ ചിലപ്പോൾ പുറമെ നമ്മൾ എന്ത് ചെയ്ത് കാണത്തില്ല? കരഞ്ഞ് സങ്കടപ്പെട്ട് മറ്റാരോടും പറഞ്ഞ് വിലപിച്ച് മുഖമൊക്കെ വാടി ചിലപ്പോൾ ഇരുന്ന് എന്ന് വരത്തില്ല. പക്ഷേ എൻ്റെ ഉള്ളിലെ സങ്കടത്തെ എൻ്റെ സങ്കടം പോലെ അറിഞ്ഞത് എൻ്റെ സർവശക്തനായ ദൈവം മാത്രമാണ്. എൻ്റെ കണ്ണുനീരിന്റെ ആ വ്യാപ്തിയെ, എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ കണ്ണുനീരിന്റെ വ്യാപ്തിയെ അതുപോലെ അറിഞ്ഞത് ആര് മാത്രമാണ്? എൻ്റെ സർവശക്തനായ ദൈവമാണ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എത്രയോ രാത്രികള് നമുക്ക് കരഞ്ഞ് നമ്മുടെ തലയുടെ നനഞ്ഞു പോയിട്ടുള്ള എത്രയോ രാത്രികളുണ്ട്. കരഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞിട്ട് എനിക്ക് ശ്വാസം മുട്ട് വന്നിട്ടുള്ള രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഭർത്താവോ എൻ്റെ മക്കളോ കണ്ടില്ലെങ്കിൽ പോലും അത് കണ്ട സർവശക്തനായ ദൈവമുണ്ട്. ഞാൻ ഏത് വിഷയത്തിന്മേല് നമ്മൾ കഴിഞ്ഞ ആഴ്ച പാടിയപ്പോൾ എൻ്റെ കണ്ണീരിനെ തുരുത്തിയിൽ ശേഖരിച്ച ദൈവം, ഞാൻ ഏത് വിഷയത്തിന്മേൽ കരഞ്ഞോ അത് കണ്ട ദൈവം. ഞാൻ ആരോടും പറയണ്ട, എൻ്റെ ഭർത്താവിനോട് ഞാൻ ഇന്ന വിഷയത്തിന്മേൽ ഞാൻ ഒത്തിരി ഭാരത്തിലാണ് ഞാൻ പറയണ്ട, എൻ്റെ മക്കളോട് ഞാൻ പറയണ്ട. ഞാൻ പറഞ്ഞത് സർവശക്തനായ ദൈവത്തോടാണ് എങ്കിൽ ആ പറഞ്ഞതിന് മറുപടി ആര് തരും? പക്ഷെ ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് കാണത്തില്ലായിരിക്കാം. ദൈവമേ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാൻ ചിലപ്പോൾ മുട്ടിന്മേൽ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ച് കാണും. പക്ഷേ എന്നെ കാണുന്ന ദൈവം, എന്നെ അറിയുന്ന ദൈവം, ഞാൻ തനിച്ചായപ്പോൾ എൻ്റെ നിരാശയെ കണ്ട ദൈവം എന്ത് ചെയ്യും? എന്നെ കരുതിക്കോളും. അങ്ങനെ ഒരു കരുതുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇന്നും ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ കരുതുന്ന ഒരു ദൈവം നമുക്കില്ലായിരുന്നു എങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞുപോയ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും നിങ്ങളൊന്ന് ചോദ്യം ചെയ്ത് നോക്കിയേ, അവിടെ നിൽക്കാൻ കഴിയുമായിരുന്നോ? എന്നേ നമ്മൾ ഈ ലോകത്ത് നിന്ന് തന്നെ മാറ്റിപ്പോയേനെ അല്ലേ? ആ പ്രതികൂല സാഹചര്യത്തിലൊക്കെയും ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് ദൈവത്തോട് പോലും ചിലപ്പോൾ പിറുപിറുത്ത് എന്ന് വന്നിരിക്കാം. എന്നാൽ ആ പിറുപിറുപ്പിനെ പോലും ഞാൻ എന്ത് മൈൻഡിൽ പറഞ്ഞു എന്ന് മനസ്സിലാക്കി എടുത്ത ദൈവമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? എന്നെ ഇന്ന് ആരോഗ്യത്തോടുകൂടി അല്ലെ പൂർണ്ണതയോടുകൂടി ഇന്ന് എന്നെ നിർത്തിയിരിക്കുന്നത്. ആ സർവശക്തനായ ദൈവം, എൻ്റെ കണ്ണുനീരിനെ കാണുന്ന ദൈവം, എൻ്റെ ചിന്തയെ അറിയുന്ന ദൈവം, എൻ്റെ നിരാശയെ അറിയുന്ന ദൈവം. ഒരിക്കലും ഒരുവന്റെ ഹൃദയത്തെ മറ്റാർക്കും അറിയാനായിട്ട് കഴിയത്തില്ല. നമ്മോട് ഒരുവന്റെ സങ്കടത്തെ പറയുമ്പോൾ നമ്മൾ അത് കേട്ടിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒരുവന്റെ സങ്കടം കേട്ടിട്ട് സന്തോഷം തോന്നിയിട്ടുണ്ടോ? തോന്നരുത്. ചിലപ്പോൾ നമ്മൾ മനുഷ്യരാണ് അല്ലെ? ചിലപ്പോൾ നമ്മോട് ഒത്തിരി എന്തെങ്കിലും പ്രവർത്തിച്ച ഒരാളായിരിക്കാം, നമുക്ക് എതിരായിട്ട് പ്രവർത്തിച്ച ആളായിരിക്കും. ആൾക്ക് ഒരു സങ്കടം വന്നു എന്ന് തോന്നിയപ്പോൾ അവർ നമ്മളോട് വന്ന് അവരുടെ സങ്കടത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് സന്തോഷം വന്നിട്ടുണ്ടോ? ഒരിക്കലും നമ്മുടെ ഉള്ളിൽ അങ്ങനെ വരാൻ പാടില്ല. കാരണം എന്താണ്? നമ്മളായിരുന്നത് പോലെ അറിഞ്ഞ സർവശക്തനായ ദൈവം നമ്മളെ കണ്ടിട്ട് നമ്മോട് ക്ഷമിച്ചില്ലേ? ഞാനായിട്ട് അറിയുന്ന ദൈവം എന്നോട് ക്ഷമിച്ചില്ലേ? എൻ്റെ ചിന്തകളെ അറിയുന്ന ദൈവം എന്നോട് ക്ഷമിച്ചു എങ്കിൽ എനിക്ക് എൻ്റെ സഹോദരനോട് ക്ഷമിക്കാൻ കഴിയാത്തത്? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടതുപോലെ നമ്മൾ മനഃപൂർവ്വം നമുക്ക് ആരോട് ക്ഷമിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ദൈവം ക്ഷമിച്ച്, എന്നോട് ആ ദൈവം ക്ഷമിച്ചില്ലായിരുന്നെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ക്ഷമിക്കാനായിട്ട് കഴിയുന്നില്ല. ഒരിക്കലും എന്ത് ചെയ്യരുത്? അവൻ നമ്മോട് പറയാൻ ദൈവം അനുവദിച്ചെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക,
ഒരു മനുഷ്യൻ എന്നെ നോക്കി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം അനുവദിക്കാതെ ഒരിക്കലും അവ എന്നോട് സംസാരിക്കത്തില്ല. എന്റെ ഭർത്താവ് എന്നെ എപ്പോഴെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ തനിച്ചായി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്റെ മക്കൾ എന്നെ എപ്പോഴെങ്കിലും മാറ്റി നിർത്തിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്റെ സഭ എന്നെ എപ്പോഴെങ്കിലും മാറ്റി നിർത്തിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ദൈവം അനുവദിക്കാതെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. ഒരുവൻ പോലും ഒരു വാക്കോ ഒരു നോട്ടമോ ഒരു പ്രവൃത്തിയോ നമ്മോട് ചെയ്യത്തില്ല. അതെന്റെ ദൈവം എന്റെ ജീവിതത്തിൽ അനുവദിച്ചത് കൊണ്ട് മാത്രമാണ്. എന്നെ ഇങ്ങനെ കാണുന്ന ഒരു ദൈവം എന്റെ വഴികളിൽ, എന്റെ പാപത്തിലും എന്റെ ഹൃദയത്തിലെ വേദനയിലും നിരാശയിലും എന്റെ ചിന്തയിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എന്നെ അറിയുന്ന ഒരു ദൈവം അല്ലെ. അടുത്തത് ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ രഹസ്യത്തെ അറിയുന്ന ദൈവം ദൃഷ്ടിയിലിരിക്കും, അവന്റെ നടപ്പൊക്കെ അവൻ തൂക്കി നോക്കുന്നു. തൂക്കി നോക്കാം, നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ പറയാം, അളന്നു നോക്കുന്നു. എന്നെ അളക്കുന്ന ദൈവം, എന്റെ ദൈവം എന്നെ ഒന്ന് അളന്നാല്, നമ്മൾ അളക്കുമ്പോൾ 2 ഭാഗങ്ങൾ കാണും അല്ലേ. നമ്മൾ വെയിറ്റ് വെക്കുന്ന ഒരു ഭാഗം കാണും, ഏത് കമ്മോഡിറ്റി ആണോ ഏത് സാധനമാണോ വെക്കുന്നത് ആ ഒരു ഭാഗവും കാണുക. അവിടെ വെക്കുമ്പോൾ എന്റെ പാവമാണോ കൂടുതൽ നിൽക്കുന്നത്, അതെയോ എന്റെ നല്ല പ്രവൃത്തികളാണോ കൂടെ നിൽക്കുന്നത്? ദൈവം എന്നെ ഒന്ന് തൂക്കി നോക്കിയാല് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ദൈവത്തെ അറിഞ്ഞത് മുതൽ മാനസാന്തരപ്പെട്ടു നമ്മളുള്ള ഓരോ പാപത്തെയും നമ്മൾ എന്ത് ചെയ്യുവാണ്, ദിവസം നമുക്ക് ഇപ്പോഴും നമ്മൾ ആരായിട്ടില്ല, പൂർണ്ണമായിട്ട് വിശുദ്ധിയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ വിശുദ്ധിയിലേക്ക് പൊക്കോണ്ടിരിക്കുക. നമ്മള് ദൈവത്തെ അറിയുന്നതിന് മുന്നേ ഉള്ള ഞാനും ഇപ്പോഴുള്ള ഞാനും തമ്മിൽ എന്തുമാത്രം അന്തരം ഉണ്ട് എന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുമ്പോൾ അറിയാനായിട്ട് കഴിയും അല്ലെ. എന്നാൽ ഇന്ന് ദൈവം എന്നെ ഒന്ന് തൂക്കി നോക്കിയാല് ഇന്ന് എന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, എന്നാൽ അന്നുണ്ടായിരുന്നതിനേക്കാളും ചിലപ്പോൾ ഹൃദയത്തിൽ പലത് ഇന്ന് ചിലപ്പോൾ കൂടുതലായിരിക്കും. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. അന്ന് ചിലപ്പോഴും ഞാൻ എന്നോട് വഴക്ക് വെക്കുന്നവരടുത്ത് ഞാൻ ചീത്തയും വിളിച്ച് ചെല്ലുമായിരിക്കാം. പക്ഷേ ഇന്ന് ഞാൻ അത് ഹൃദയത്തിലായിരിക്കും. ഇന്ന് ഞാൻ എന്ത് ചെയ്യത്തില്ല, പുറമേ ചെന്ന് അവരോട്, ചിലപ്പോൾ എന്റെ അയൽവക്കക്കാരായിരിക്കാം, ഞാൻ അവരോട് എന്ത് ചെയ്യത്തില്ല, പുറമേ ചെന്ന് ചിലപ്പോൾ നമ്മളെ ദൈവമക്കളായതുകൊണ്ട് നമുക്ക് ചെന്ന് പെട്ടെന്ന് നിന്ന് അവരോട് ദേഷ്യപ്പെടാനോ വഴക്ക് വെക്കാനോ ഒന്നും ചിലപ്പോൾ നമ്മൾ പോയില്ല എന്ന് വരും. പക്ഷേ എന്റെ ഹൃദയത്തില് ഞാൻ ആ സഹോദരനെ എങ്ങനെയാണ് വെച്ചത്? എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ച് എന്റെ ദൈവം അനുവദിച്ചത് കൊണ്ടാണ് അവൻ പറഞ്ഞതെന്ന്? ഒരിക്കലും ഇല്ല അല്ലെ. നമ്മൾ ഇതൊക്കെ ഇവിടെ വെച്ച് എന്റെ ഹൃദയത്തിലോട്ട് സേവ് ചെയ്തങ്ങ് വെച്ച്, എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സേവ് ചെയ്ത് വെച്ച സാധനം അവിടെ എന്തായിട്ടങ്ങ് കിടക്കും? കഴിഞ്ഞ ആഴ്ച കേട്ട പോലെ കയ്പായിട്ടങ്ങ് കിടക്കും. ദൈവം തൂക്കി നോക്കുന്നത് ഇതൊക്കെയാണ് നമ്മളിലുള്ള. നമ്മൾ പുറമേ ചെയ്യുന്നതിനേക്കാളും, എന്റെ പുറമേ ഒരു മനുഷ്യൻ എന്നെ അളക്കുന്നതിനേക്കാളും എന്റെ ദൈവം എന്നെ തൂക്കി നോക്കുന്ന എന്റെ ഉള്ളിലെ മനുഷ്യനെയാണ്. എന്റെ ഉള്ളിലെ മനുഷ്യന് ഒരു മനുഷ്യനോട് എങ്ങനെ ക്ഷമിക്കാനായിട്ട് കഴിയും? ഒരിക്കലും ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൂർണ്ണമായിട്ട് ക്ഷമിക്കാനായിട്ട് അങ്ങോട്ട് പറ്റത്തില്ല. അതിന്റെ റീസൺ ഒന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ക്ഷമിച്ചു എന്നൊക്കെ പറയുമെങ്കിലും വീണ്ടും അതുപോലൊരു ഇൻസിഡന്റ് എന്തെങ്കിലും ജീവിതത്തിൽ വരുവാണെങ്കിൽ ആദ്യം പറയുന്ന ഏത് വിഷയമായിരിക്കും? അന്ന് എന്നോട് വരാറില്ലേ, ഹൃദയത്തിൽ വരാറില്ലേ? വരും, തീർച്ചയായിട്ടും വരും. അതെന്തുകൊണ്ടാണ്? ഞാൻ പൂർണ്ണമായിട്ട് എന്റെ ഹൃദയത്തിൽ നിന്ന് അത് പോയിട്ടില്ല. ഞാൻ ഹൃദയപൂർവ്വം എന്ത് ചെയ്തിട്ടില്ല, അത് പൂർണ്ണമായിട്ട് എന്നിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ എന്നോട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ വായിലത് വരുന്നത് അല്ലെ. ദൈവം എന്നെ അളന്നു നോക്കുമ്പോൾ ഈ അളവുകോലിലാണോ ഞാൻ കൂടുതലായിട്ട് നിൽക്കുന്നത്? ചിലപ്പോൾ എന്റെ സഹോദരന് ചിലപ്പോൾ എന്നെ കുറിച്ച് അറിയാൻ പറ്റിയെന്ന് വരത്തില്ല. നമ്മൾ സഭയിൽ വരുമ്പോൾ നമ്മളെല്ലാവരും കൂട്ടത്തിയിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല അവന്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ കൂടെ വീട്ടിലുള്ള പങ്കാളിക്ക് അറിയാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല. നമ്മളെപ്പോഴും സഹകരിക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക് അറിഞ്ഞു എന്ന് വരത്തില്ല, നമ്മുടെ മക്കൾക്ക് അറിഞ്ഞു എന്ന് വരത്തില്ല. പക്ഷേ നമ്മളായിട്ട് അറിയുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് മനുഷ്യരുടെ മുഖത്തെ എന്ത് ചെയ്യാൻ പറ്റും, മറയ്ക്കാനായിട്ട് കഴിയും. ഞാന് തനിച്ചിരിക്കുമ്പോൾ ഞാൻ എന്ത് ചിന്തിക്കുന്നു, ഞാൻ തനിച്ചായിരിക്കുമ്പോൾ എന്ത് കാണുന്നു, ഞാൻ തനിച്ചായിരിക്കുമ്പോൾ എന്ത് സംസാരിക്കുന്നു, ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും മാന്യരായിരിക്കും, എന്നാൽ തനിച്ചിരിക്കുമ്പോഴും ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിക്കാണുന്ന ആരുണ്ട്? ദൈവമുണ്ട്. ദൈവം പറഞ്ഞു ഞാൻ എപ്പോഴും നിന്റെ എല്ലാ വഴികളിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞ ദൈവമാണ്. ആ വഴികളിലും ദൈവം കൂടെ ഇല്ലേ? ഉണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കാം, ഞാൻ തനിച്ചായിരിക്കുമ്പോഴും ആരെന്റെ കൂടെ ഉണ്ട്? എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. എന്റെ നിരാശയിലും ആരുടെ കൂടെ ഉണ്ട്? എന്റെ ദൈവം. ഞാൻ ഏകനായി ഞാൻ ഒരു വഴിക്ക് ചിലപ്പോൾ നമ്മൾ പലപ്പോഴും പോകുമ്പോഴൊക്കെ പലപ്പോഴും പല ആവശ്യങ്ങൾക്കും പോകുമ്പോൾ നമ്മൾ തനിച്ചായിരിക്കും. ആ വഴിയിലും ആര് കൂടെ ഉണ്ട്? ദൈവം നമ്മോട് കൂടെ ഉണ്ട്.